കോഴിക്കോട് പേരാമ്പ്ര ടൗണിന് സമീപം കാട്ടാന ഇറങ്ങി പുലർച്ചെ 5 മണിയോടെയാണ് ജനവാസ മേഖലയിൽ കാട്ടാന എത്തിയത്. വനവകുപ്പ് ഉദ്യോഗസ്ഥരും RRTയും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആന ഇപ്പോൾ വീണ്ടും ജനവാസ മേഖലയിൽ എത്തിയിരിക്കുന്നു. പേരാമ്പ്രയിൽ നിന്ന് ഷഹദ് റഹ്മാൻ തത്സമയം വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ഷഹദ്, ഇതുവരെയും ആനയെ കാടുകയറ്റാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ? പേരാമ്പ്ര ടൗണിലാണ് കാട്ടാന എത്തിയത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് ഈ പേരാമ്പ്ര ടൗണിലേക്ക് കാട്ടാന എത്തിയത്. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഹദ്, ഇപ്പോൾ എവിടെയാണ് കാട്ടാന നിലയുറപ്പിച്ചിട്ടുള്ളത്? ഷഹദ്, ഉന്മേഷ്, സത്യം പറഞ്ഞാൽ കൃത്യമായിട്ട് ആന ഒരു ഭാഗത്തുണ്ട് എന്നെങ്കിൽ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആന പല ഭാഗങ്ങളിലേക്കായിട്ട് ഓടുകയാണ്. കഴിഞ്ഞ കുറെ അധികം മണിക്കൂറുകളായിട്ട് ഒരു സ്വകാര്യ വ്യക്തിയുടെ എസ്റ്റേറ്റിലായിരുന്നു ആന ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ച് അതീവ ഗൗരവമാണ്. കാരണം ഇപ്പോൾ ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. വീടുകൾക്ക് മുൻപിലൂടെയും അതുപോലെ തന്നെ തോട്ടങ്ങൾക്ക് ഇടയിലൂടെയും ഒക്കെ തന്നെ ആന ഓടുകയാണ്. അപ്പോൾ ആളുകളെ സംബന്ധിച്ച് കൃത്യമായിട്ടൊരു വ്യക്തതയില്ല ഇത് എവിടെയാണ്. അതേപോലെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം നിലവിൽ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവരെത്താൻ ഇനിയും ഏറെ സമയമെടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള ഉദ്യോഗസ്ഥർ മയക്കുവെടി വെക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ കൃത്യമായിട്ടൊരു ലൊക്കേഷൻ കിട്ടിയാൽ മാത്രമേ നിലവിൽ ആനയെ മയക്കുവെടി വെക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. DFO ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ആനക്ക് പുറകെ നിലവിൽ ഓടുന്ന ഒരു സാഹചര്യമാണ്. കാരണം ആന ജനവാസ മേഖലയിലേക്കാണ് കൂടുതലായിട്ടും കയറുന്നത്. വീടുകൾക്ക് മുൻപിലും അതുപോലെ തന്നെ ഗേറ്റും ഒക്കെ തള്ളി തുറന്നാണ് നിലവിൽ ആന കയറുന്നത്. പക്ഷേ അക്രമം ഇതുവരെ അഴിച്ചു വിട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ ഉദ്യോഗസ്ഥർ ഭയക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കാരണം ഈ ആന ഉച്ചയ്ക്ക് ചൂട് കൂടുകയാണ്. അപ്പൊ ചൂട് കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആന വയലന്റ് ആകാനുള്ള ഒരു സാധ്യത ഉദ്യോഗസ്ഥർ കാണുന്നുണ്ട്. കാരണം ഈ സമയം അത്രയും ആന ഷഹദ്, ആ ദൃശ്യങ്ങളിൽ കാണാം, തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട്, ജനവാസ മേഖലയാണ്, റോഡിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ അത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ മയക്കുവെടി വെക്കുകയോ അങ്ങനെ ഏതെങ്കിലും ഒരു ശ്രമം നടത്തുകയോ ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ ഒരു സ്ഥലത്ത് ആന എത്തണം, അല്ലെങ്കിൽ ഒത്തുകിട്ടണം. പക്ഷേ അത്തരമൊരു സാഹചര്യം നിലവിലില്ലാത്തത് തന്നെയാണല്ലോ ആശങ്കയ്ക്ക് കാരണമാകുന്നത്. ഇപ്പോൾ വനംവകുപ്പ് എന്താണ് പറയുന്നത് ഷഹദ്? ഉന്മേഷ് സൂചിപ്പിച്ചതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. കാരണം നിലവിൽ ഇവർക്ക് ലൊക്കേറ്റ് ചെയ്യാൻ, അതായത് ആന കൺമുന്നിൽ ഉണ്ടെങ്കിൽ പോലും അത് കൃത്യമായിട്ട് മയക്കുവെടി വെക്കണമെങ്കിൽ അതിന് അതിൻ്റെതായ മാനദണ്ഡങ്ങളുണ്ട്. അപ്പം കാണുന്നിടത്ത് നിന്ന് മയക്കുവെടി വെക്കുന്ന പറ്റുന്ന ഒരു സാഹചര്യമല്ല. ആന ഒരു ഭാഗത്ത് നിൽക്കുകയും പിന്നീട് അതിനനുസരിച്ച് ഉദ്യോഗസ്ഥർക്ക് ലൊക്കേറ്റ് ചെയ്ത് അതിനെ മയക്കുവെടി വെക്കുകയും വേണം. പക്ഷെ നിലവിൽ ആന പരിഭ്രാന്തിയോടുകൂടി ഓടുന്ന കാഴ്ചയാണ്. കാരണം കഴിഞ്ഞ മണിക്കൂറിലൊക്കെ ശാന്തമായിട്ട് ഒരു ഭാഗത്ത് നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ ആന ഓടുകയാണ്, പല ഭാഗങ്ങളിലേക്കായിട്ട് ഓടുകയാണ്. ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് നേരത്തെ ഒരു അലേർട്ട് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനൗൺസ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അത് നേരത്തെ ആന ഉണ്ടായിരുന്ന ഭാഗം കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തരത്തിൽ അറിയിപ്പുകളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ നിന്നും കാര്യം തീർത്തും വ്യത്യസ്തമായിട്ടുണ്ട്. കാരണം ആന പലയിടങ്ങളിലേക്കായി ഓടി ഇപ്പോൾ നേരത്തെ നിന്ന സ്ഥലത്ത് നിന്നും ഒരുപാട് ദൂരത്തേക്കാണ് ആന വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ട് ഇതിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ കൺമുന്നിൽ ആനയെ കണ്ടു. ആന നേരത്തെ ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചതുപോലെ തന്നെ ചൂടായതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങും എന്ന് പറഞ്ഞതിന് അടിവരയിടുന്ന കാര്യമാണ്. കാരണം ആന നേരെ ചെന്നത് ഒരു പറമ്പിലേക്കാണ്, ഒരു വയലിലേക്കാണ്. ആ വയലിൽ ചെന്നതിന് ശേഷം അവിടെ നിന്ന് വെള്ളം കോരി ശരീരത്തിലേക്ക് ഒഴിക്കുകയും അതായത് ചൂടിന് ശമനം നേടുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴും ഭീതിയുണ്ട്. കാരണം ഇന്ന് ഓണം കൂടിയാണ്, എല്ലാവരും വീടുകളിലുണ്ട്, അതുപോലെ തന്നെ നഗരത്തിലൊക്കെ തന്നെ വലിയ രീതിയിൽ ആളുകളുണ്ട്. അപ്പൊ ഈ ആളുകൾക്കിടയിലേക്ക് ആന കയറി ചെല്ലുമ്പോൾ എന്തായിരിക്കും അതിന്റെ പ്രതിഫലനം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ആന ഇറങ്ങിയ സ്ഥലങ്ങളൊന്നും നേരത്തെ ഇതിനു മുൻപ് ആന ഇറങ്ങിയിട്ടുള്ള ഒരു ഇടമല്ല. അങ്ങനെ സാധാരണയായിട്ട് ഇവിടെ ഇറങ്ങുന്ന ഒരു ഇടവുമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ആളുകൾക്ക് കൂടുതൽ ഒരു ഭയം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും. ഷഹദ്, ഈ തൊട്ടടുത്ത് വനപ്രദേശമുണ്ടോ? ഇത് എവിടെ നിന്നാണ് ആന എത്തിയത് എന്ന് വനംവകുപ്പിന് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ടോ ഷഹദ്? അത് വനംവകുപ്പ് കൃത്യമായിട്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. തൊട്ടടുത്തുള്ള കാട്ടിൽ നിന്നാണ് വരുന്നത് എന്ന കാര്യം വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആനയെ കയറ്റി വിടണമെങ്കിൽ, അതായത് ഈ കാടും ഇപ്പോൾ ആന നിൽക്കുന്ന ഇടവുമായിട്ട് ഏകദേശം 6-8 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഇത്രയും ദൂരം താണ്ടി ആന തന്ന വഴിയിലേക്ക് തന്നെ തിരിച്ചു പോകണം. അത് ഇപ്പോൾ നമ്മൾ DFOയുമായിട്ട് സംസാരിച്ചപ്പോൾ അതിനുള്ളൊരു സാധ്യത നിലവിൽ കുറവാണ്. കാരണം അങ്ങനെ ഏതെങ്കിലും ഘട്ടത്തിൽ ആന പോകണമെങ്കിൽ അത് രാത്രി സമയങ്ങളിലേ പോവുകയുള്ളൂ. മാത്രമല്ല ഈ ആനകളുടെ സ്വഭാവം അനുസരിച്ച് ആന ഏത് വഴിയാണോ വന്നത് ആ വഴി തന്നെയാണ് തിരിച്ചു പോവുകയും ചെയ്യുക. അപ്പോൾ നിലവിൽ ഇപ്പോൾ ആളുകളൊക്കെ
അത് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ജനവാസ മേഖലയിൽ പേരാമ്പ്ര ടൗണിലാണ് കാട്ടാന ഇറങ്ങിയിരിക്കുന്നത്. ഷഹദ്, തിരികെ ഷഹദിലേക്ക് തന്നെ